കടയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനലിനെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അടുത്തിടെ ഞങ്ങൾ പരിചയപ്പെടുത്തിയ പ്രീമിയം SUV ഫോർഡ് എൻഡവർ സ്പോട്ടിൻ്റെ അവതാരക കോംബോ മറ്റൊരു പ്രീമിയം SUVയുമായി ഇതാ. ഹലോ എവ്രി വൺ, കാർ കടവയുടെ അടുത്ത എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനും ഹൾക്കും പരിചയപ്പെടുത്തുന്നത് MGയുടെ ഗ്ലോസ്റ്റർ, ദ ലേറ്റസ്റ്റ് വെഹിക്കിളാണ് അവർ. MG ക്ലെയിം ചെയ്യുന്ന രീതിയിൽ ഇത് വൺ ഓഫ് ദി മോസ്റ്റ് ഇൻ്റലിജൻറ്റ് വെഹിക്കിൾ എന്നാണ് MG ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഈ ഗ്ലോസ്റ്ററിന് ഒരു ചെറിയ ടാഗ് ലൈനും കൂടെ കൊടുത്തിട്ടുണ്ട്, ദി സെൽഫ്ലെസ് കാർ. അതിൻ്റെ കുറേ ഫീച്ചേഴ്സിനെ പറ്റി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ആ ഫീച്ചേഴ്സ് അറിയുമ്പോൾ നിങ്ങൾക്കറിയാം വൈ MG വാണ്ട്സ് ടു ക്ലെയിം ദിസ് ആസ് എ സെൽഫ്ലെസ് കാർ. വളരെ പ്രോമിനൻ്റ് ആയ ക്രോം ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രില്ലാണ് MG ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒക്ടഗൺ ഷേപ്പിലാണ് ഈ ഗ്രില്ല് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വിത്ത് വെരി പ്രോമിനൻറ്റ് MGയുടെ ബാഡ്ജ് ഇതിൽ കാണിച്ചിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഇതിൻ്റെ ഹെഡ് ലാംപ്സിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രൊജക്ടർ ലാംപ്സ് ഉണ്ട്, ആൻഡ് ഓട്ടോ ലെവലിംഗ് സിസ്റ്റം ഇതിൻ്റെ അകത്തുണ്ട്. ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ഇതിൽ മുകളിലായിട്ട് ഇങ്ങനെ റൺ ചെയ്യാണ്. ആൻഡ് ദർ ഇസ് എ ഡേ ലൈറ്റ് റണ്ണിങ് ഓൾസോ, ലൈറ്റ്സ് ഓൾസോ ഇൻ ദിസ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഫുൾ LED ടെക്നോളജി എന്നാണ് ഇത് ക്ലെയിം ചെയ്യുന്നത്. ചെറിയ ബ്ലൂയിഷ് ടിഞ്ച് ഇതിൽ കൊടുത്തിട്ടുണ്ട്, വിച്ച് മീൻസ് നമ്മൾ ദൂരെ നിന്ന് ഇതിൻ്റെ രാത്രിക്ക് ലൈറ്റ് വരുമ്പോൾ ഒരു ബ്ലൂയിഷ് ടിഞ്ച്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലൈറ്റാണ് നമുക്കപ്പം അതിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ബമ്പറിൻ്റെ ഇവിടെ നമുക്ക് നോക്കാം, ദർ ഇസ് എ ഫോഗ് ലാമ്പ്. ഈ ഫോഗ് ലാമ്പ് ആക്ച്വലി ഹാലജൻ ലൈറ്റ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ദർ ഇസ് എ കോർണറിംഗ് ലൈറ്റ് ഓൾസോ പ്രൊവൈഡഡ്. ഈ കോർണറിംഗ് ലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും വണ്ടി ലെഫ്റ്റിലേക്ക് തിരിയുമ്പോൾ ആ ലെഫ്റ്റ് ഭാഗത്തേക്ക് കൂടുതൽ വെളിച്ചം കാണുന്ന രീതി. അത് കുറേ അധികം വണ്ടികൾക്ക് ആ ഫീച്ചർ ഇപ്പോൾ വരുന്നുണ്ട്. പക്ഷേ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഈ വണ്ടിയിൽ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, നമ്മൾ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ തിരിയുമ്പോൾ ഇതിൽ കോർണറിംഗ് ലാംപ്സ് ആക്ടിവേറ്റ് ആകുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ വണ്ടി റിവേഴ്സിലേക്ക് ഇടുമ്പോഴത്തേക്കും ആ ഇൻ്റലിജൻ്റ്ലി ആ കോർണറിംഗ് ലാമ്പ് ഷുഡ് ഗോ ടു ദി അതർ സൈഡ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമുക്ക് വെളിച്ചം വരുന്നത്. അത് ഇതിൽ വരുന്നില്ല. സോ ദാറ്റ് ഇസ് സംതിങ് വിച്ച് ഐ തിങ്ക് MG ഷുഡ് ബി ലുക്കിംഗ് അറ്റ്. ബമ്പറിൽ നമുക്ക് അഗെയിൻ ദ സ്കിറ്റ് ലൈറ്റ്സ് ആൻഡ് തിങ്സ് ആർ ഇൻ ക്രോം. ആൻഡ് ഇതിനെല്ലാം ഫ്രണ്ടിൽ സെൻസേഴ്സ് ഉണ്ട്. ആൻഡ് ഇഫ് യു ക്യാൻ സൂം ഹിയർ, ദർ ഇസ് എ ക്യാമറ ഹിയർ. അപ്പോൾ അതായത് ഇതിൻ്റെ അകത്ത് ഫ്രണ്ട് ക്യാമറയും ഉണ്ട്. ആൻഡ് അത് അപ്പാർട്ട് ഫ്രം ദി സെൻസേഴ്സ്. അപ്പോൾ ഈ വണ്ടിക്ക് ആക്ച്വലി 360 ഡിഗ്രി വ്യൂ കൊടുക്കാൻ വേണ്ടി നമുക്ക് പലയിടത്തും നമുക്ക് ഈ ക്യാമറാസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഈസ് വൺ ഓഫ് ദി മേജർ ഫീച്ചേഴ്സ് ഓഫ് ദിസ് കാർ. ഇതിൻ്റെ ടയർ 19 inches ആണ്. R19 പറയുന്ന പിന്നെ മെഷറിലാണ് ഇതിൻ്റെ ടയർ വരുന്നത്. വിത്ത് 255/55 എന്ന് പറയുന്ന സെക്ഷനിലാണ് ഇത്. ഓൾ ടെറൈൻ ടയേഴ്സ് ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് വൺ ഗുഡ് തിങ് അബൌട്ട് ഇതൊരു മൾട്ടി ഡ്യുവൽ കളർ പിന്നെ ഡയമണ്ട് കട്ടായിട്ടുള്ള അലോയ് വീൽസ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. വളരെ പ്രീമിയം പിന്നെ ഫീല് കിട്ടുന്ന ഒരു പിന്നെ അലോയ് വീലാണ്. ആൻഡ് വൺ അതർ വലിയൊരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ വലിയൊരു നല്ല കാര്യം MG ചെയ്തിരിക്കുന്നത്, ഈവൻ സ്പെയർ ടയറിന് ഫുൾ സൈസ് ആൻഡ് അലോയ് വീൽസ് ആണ് അതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമുക്ക് ഈവൻ എയർ വെൻസ് വരെ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നുള്ള നമുക്ക് ഇതിനകത്ത് എയർ വെൻസ് കാണാം. സോ ദിസ് ഇസ് അഗൈൻ പാർട്ട് ഓഫ് ദി എയറോഡൈനാമിക് ഡിസൈനിങ്. ആൻഡ് ഈവൻ ഫ്രണ്ട് ഹുഡ് നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ചില പവർഫുൾ ആയിട്ടുള്ള ഒരു പിന്നെ ഡിസൈനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്, വിച്ച് ഇസ് ഇതിൻ്റെ ടോട്ടൽ പിന്നെ ഔട്ട്ലുക്കിന് അത് കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ഡിസൈനാണ്. വളരെ ലാർജ് സൈസ് ഓഫ് മിററാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, വിത്ത് ദി LED ഇൻഡിക്കേറ്റേഴ്സ്. അടിയിൽ പഡൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദർ ഇസ് എ ക്യാമറ ഓൾസോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 360 ഡിഗ്രി വ്യൂ കിട്ടാനും പിന്നെ നമുക്ക് എന്താ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും നോക്കി എന്തെങ്കിലും രീതിയിലുള്ള ഇൻട്രൂഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മൾ അലേർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ പാർക്ക് അസിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചറുണ്ട്, അതിനും വേണ്ടിയാണ് ഇവിടെ ഒരു പിന്നെ ക്യാമറ കൊടുത്തിരിക്കുന്നത്. ഇൻഫാക്ട് ഈ വണ്ടി ഈ സെഗ്മെന്റിലുള്ള വൺ ഓഫ് ദി ലാർജസ്റ്റ് അല്ലെങ്കിൽ ദി ലാർജസ്റ്റ് വെഹിക്കിൾ എന്ന് വേണം പറയാം. ഇറ്റ്സ് എ ട്രൂ ബ്ലൂ ഫുൾ സൈസ് SUV ആണിത്.
അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഫീച്ചർ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ലെങ്ത്തിൽ കാണാൻ പറ്റും. ഓൾമോസ്റ്റ് 5 meters ആണ് ഈ വണ്ടിയുടെ ലെങ്ത്. സോ ദാറ്റ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്, അതായത് എത്രമാത്രം ഇതിൻ്റെ സൈസ് അല്ലെങ്കിൽ ഇമ്പോസിങ് ആയിട്ടുള്ള ഒരു ഫീലാണ് നമുക്ക് റോഡിൽ കിട്ടുന്നത് എന്നുള്ളത്. ADAS, അതായത് അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ് ഇതിൽ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ADASനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തൊരു 6 ഫീച്ചേഴ്സോളം ഉണ്ട്. ഫോർ എക്സാമ്പിൾ അസിസ്റ്റീവ് ക്രൂസ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഫീച്ചറുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഒരു വണ്ടി നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മുമ്പിലുള്ള വണ്ടി തമ്മിൽ എത്ര ഗ്യാപ്പ് വെക്കണം എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യും. അതിൻ്റെ ഒരു സ്പീഡ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഫീച്ചറാണ്. വിച്ച് ഈസ് അഗെയിൻ എല്ലാം ഒരു നമ്മുടെ ഡ്രൈവർ അല്ലെങ്കിൽ വണ്ടി പാസഞ്ചേഴ്സിനുള്ള ഒരു സേഫ്റ്റി ഫീച്ചേഴ്സിനെ കോംപ്ലിമെന്റ് ചെയ്തുകൊണ്ടുള്ള ചില ഫീച്ചേഴ്സാണ് ഇതിൽ അവർ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ലെയിൻ ഡിപ്പാർച്ചർ വാർണിംഗ്, അതായത് നമ്മൾ വണ്ടി ഓടിക്കുമ്പം ലെയിനിൽ നിന്ന് ഇൻഡിക്കേറ്റർ ഇല്ലാതെയോ അല്ലെങ്കിൽ ഡ്രൈവറിന്റെ അശ്രദ്ധ കൊണ്ടോ ലെയിൻ നമ്മൾ മാറുന്നുണ്ടെങ്കിൽ അതൊരു ഫോഴ്സ് കറക്ഷൻ ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി വണ്ടിക്കുണ്ട്. ആൻഡ് ദാറ്റ് വിൽ അഗെയിൻ ഗിവ്, ഇതെല്ലാം അലേർട്സ് തന്നുകൊണ്ടിരിക്കും. അപ്പോൾ അലേർട്സ് വരുമ്പോൾ നമുക്കത് റിയാക്റ്റീവായിട്ട് പിന്നെ അതിനെ റെസ്പോണ്ട് ചെയ്യാനായിട്ടുള്ള പിന്നെ ഒരു സമയം നമുക്ക് കിട്ടും. വിച്ച് വിൽ അവോയ്ഡ് സ്മോൾ ആക്സിഡൻസ് ആൻഡ് അതർ തിങ്സ്. പിന്നെ ഉള്ളത് നമുക്ക് ഇതിൻ്റെ അകത്തുള്ളത് ഓട്ടോമാറ്റിക് പാർക്കിംഗ് അസിസ്റ്റ് ആണ്. അതിൻ്റെ അകത്ത് അഗെയിൻ 2 ഓപ്ഷൻ അതിൻ്റെ അകത്തുണ്ട്, പാരലൽ ആൻഡ് വെർട്ടിക്കൽ പിന്നെ പാർക്കിംഗ് ഇതിൽ കിട്ടുന്നുണ്ട്. സോ നമ്മളൊരു ഒരു പാർക്കിംഗ് ലോട്ടിലേക്ക് ചെന്ന് ഇതിൻ്റെ അകത്ത് നമ്മൾ ആ ഒരു ഫീച്ചർ പിന്നെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വെദർ ഇറ്റ് ഇസ് വെർട്ടിക്കൽ ആണോ അതോ പാരലൽ ആണോ എന്നുള്ളത് മാത്രം നമ്മൾ സെലക്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. ആൻഡ് ദെൻ യു ക്യാൻ ലീവ് യുവർ ഹാൻഡ്സ്, ഇത് ഓട്ടോമാറ്റിക്കലി വിൽ ഗോ ആൻഡ് പാർക്ക് ദ കാർ. അത് നല്ലൊരു ഫീച്ചറാണ്. ബിക്കോസ് ഇന്ന് നമുക്ക് സിറ്റിയിലോ അല്ലെങ്കിൽ ഈവൻ ലേഡി ഡ്രിവൺ വണ്ടികളാണെങ്കിൽ നമുക്ക് വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ്. അടുത്ത ലെവൽ, അതായത് വേറെ കോംപ്ലിമെന്റിങ് ഫീച്ചർ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഓട്ടോമാറ്റിക് പിന്നെ എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റമാണ്. സോ ഫോർ എക്സാമ്പിൾ ഒരു 40 kilometers ഓർ ബിലോ ഉള്ള സ്പീഡിലാണ് ഈ വണ്ടി ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ആൻഡ് ഈ മുമ്പിലുള്ള വണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ പെട്ടെന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ഇന്റലിജന്റ്ലി വിൽ ബ്രിങ് ദി വെഹിക്കിൾ ടു എ ടോട്ടൽ സ്റ്റോപ്പ്, അതായത് 100% വണ്ടി അങ്ങ് നിർത്തും. അതൊരു വലിയൊരു ഫീച്ചറാണ്. ആൻഡ് ഇൻ കേസ് വണ്ടി നമ്മൾ 40 kilometer മുകളിലാണ് ക്രൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് 40 kilometersലേക്ക് കൊണ്ടുവരികയും അതിൻ്റെ ഉള്ള ഈ അലേർട്ട് തരികയും ബൈ ദിസ് ടൈം നമുക്ക് റിയാക്റ്റീവായിട്ട് നമുക്ക് അതിൻ്റെ റെസ്പോണ്ട് ചെയ്യാനായിട്ടുള്ള സമയം നമുക്ക് ക്രോം പ്ലേറ്റഡ് എക്സോസ്റ്റ് കാണാം. ഇതൊരു ക്വാഡ് എക്സോസ്റ്റ് ആണ് ഇതിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത്. ബട്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോസ്മെറ്റിക് ആയിട്ട് മാത്രമേ ഉള്ളൂ ഇതിനുള്ള യൂട്ടിലിറ്റി. ഇത് ആക്ച്വലി ട്വിൻ ആണ്. അപ്പോൾ ഇൻഫാക്ട് ഇതിന് നമ്മൾ അടുത്ത് വന്ന് കണ്ടു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതിൻ്റെ അടിയിൽ ദർ ആർ സിംഗിൾ എക്സോസ്റ്റ്. പക്ഷേ അതിനകത്ത് ഇതൊരു കോസ്മെറ്റിക് രീതിയിൽ ഇതിനെ ക്വാഡ് പിന്നെ എക്സോസ്റ്റ് ആയിട്ട് കാണിച്ചിരിക്കുകയാണ്. ബൂട്ട് സ്പേസ് കാണാം. അഗൈൻ ഇത് ഇലക്ട്രിക്കലി അസിസ്റ്റഡ് ആയിട്ടുള്ള ബൂട്ട് സ്പേസ് ആണ്. നമുക്ക് ഇതിനകത്ത് പ്രസ് ഓഫ് എ ബട്ടൺ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാനും ഇതിനകത്ത് ചെയ്യാം. ആൻഡ് സെൻസർ ഉണ്ട് അടിയിൽ. ഈവൻ നമുക്ക് ലെഗ് കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവുകയും ചെയ്യും. പിന്നെ നമുക്ക് വി ക്യാൻ ലുക്ക് അറ്റ് ദി ബൂട്ട് സ്പേസ്, ഫെയർലി ഗുഡ് ബൂട്ട് സ്പേസ് ഇതിൻ്റെ അകത്തുണ്ട്. ദി സ്പീക്കേഴ്സ് ആർ ദേർ, ദർ ആർ സർട്ടൻ ഹുക്സ് വിച്ച് ആർ ഗിവൺ. ഇതൊക്കെ യൂട്ടിലിറ്റി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന കുറച്ച് സാധനങ്ങളാണ്. പിന്നെ ഓഫ് കോഴ്സ് ദർ ഈസ് എ 12 volt പവർ പോയിന്റ് വിച്ച് ഈസ് ഓൾസോ ഗിവൺ ഹിയർ. ദി സീറ്റ്സ് നമുക്ക് ഫുള്ളി ടംബിൾ ചെയ്യാവുന്ന ഒരു ഫീച്ചർ ഇതിൻ്റെ അകത്തുണ്ട്. സ്പേസ് നമുക്ക് വളരെയധികം വലുതാക്കി. ഇൻഫാക്ട് ഒരു മിനി ഗോൾഫ് ഗ്രൗണ്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, അത്രയും വലുപ്പത്തിലുള്ള ഒരു പിന്നെ ബൂട്ട് സ്പേസ് അതിന് ഇതിൻ്റെ അകത്തുള്ളത്. സോ ഫോർ എ ഹോളിഡേ ഒക്കെ പോവുകയാണെങ്കിൽ സഫീഷ്യൻ്റ്ലി പാക്ക് ചെയ്യാം. ആൻഡ് ദെൻ ഓഫ് കോഴ്സ് വി ഹാവ് യുവർ കവർ ഹിയർ വിത്ത് നിങ്ങളുടെ വണ്ടിയുടെ ജാക്കി മറ്റുള്ള സാധനങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് സ്റ്റാക്കപ്പ് ചെയ്തിട്ടുണ്ട്. ക്ലോസ് ചെയ്യാനായിട്ട് ദർ ഇസ് എ ബട്ടൺ ഹിയർ. ഈ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് ഒരു 2 seconds കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് റെസ്പോണ്ട് ചെയ്യുള്ളൂ. ബിക്കോസ് നമുക്ക് നമ്മുടെ തലയിൽ മുട്ടാതിരിക്കുകയാണ്. സോ വി കൻ മൂവ് അസൈഡ് ബിഫോർ ഇറ്റ് സ്റ്റാർട്ട്സ് ക്ലോസിങ്. ഓക്കെ, ഇനി നമുക്ക് ഈ വണ്ടിയുടെ എഞ്ചിൻ ഒന്ന് കാണാം. ഹൈഡ്രോളിക് സ്റ്റഡ്സ് ആണ് ഒബ്വിയസ്ലി. ആൻഡ് വളരെ നീറ്റ്ലി സ്റ്റാക്ഡ് ആയിട്ടുള്ള ഒരു ലേ ഔട്ടാണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് എംജിയുടെ ട്വിൻ ടർബോ ഡീസൽ എഞ്ചിനാണ് ഇതിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് വിത്ത് 1996 cc എഞ്ചിൻ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 218 PS ആണ് അതിൻ്റെ DHP ആൻഡ് വോപ്പിംഗ് 480 Newton metric ആണ് ഇതിൻ്റെ ടോർക്ക്. സോ വിച്ച് മീൻസ് ഒരു ഡീസൻറ്റ് എമൗണ്ട് ഓഫ് ഈ വണ്ടിക്ക് പവർ ഉണ്ടെന്നുള്ളതാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ
ഈ ക്യാപ്റ്റൻ സീറ്റ്സ് വളരെ കംഫർട്ടബിൾ ആൻഡ് കുഷനിയാണ്. പിന്നെ നല്ല റിച്ച് ലെതർ, ബ്രൗൺ ലെതറാണ് ഇതിൻ്റെ അകത്ത് ഇൻറ്റീരിയേഴ്സിലേക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത്. ആ ഒരു റിച്ച്നെസ് ഫീൽ ചെയ്യാൻ വേണ്ടിയാണ്. ആൻഡ് ഡ്യുവൽ കളർ ടോണാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഡാഷ്ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു ബ്ലാക്കിഷ് ഡാർക്ക് അല്ലെങ്കിൽ ആഷ് കളറാണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് വിത്ത് മൾട്ടിപ്പിൾ സ്റ്റിച്ചസ് അറൗണ്ട്. ആൻഡ് അതിൻ്റെ കൂടെ അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സോഫ്റ്റ് ലെതറാണ് ഇതിൽ മൊത്തം ഡാഷ്ബോർഡിലും ഡോർ പാഡ്സിലെല്ലാം നമ്മൾ അവർ ഫീച്ചർ ചെയ്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വളരെ കോമ്പാക്റ്റ് ആയിട്ടും വളരെ നല്ലൊരു സൈസായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് ഡ്രൈവിംഗ് കംഫർട്ട് നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ ബീൻ കവേർഡ് വിത്ത് ലെതർ. അപ്പോൾ അതുകൊണ്ട് നല്ല ഒരു റിച്ച് ഫീൽ ഇതിനും കിട്ടും. സെൻട്രൽ കൺസോൾ നമുക്ക് കാണാം വളരെ വിശാലമായിട്ട് ഇത് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു വലിയൊരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് ഈ വണ്ടിയിൽ. ഇൻഫാക്റ്റ് MG ഇതിൻ്റെ ഒരു ഷിയർ സൈസിനെ ഫുൾ അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ടാണ് ഈ സെൻട്രൽ കൺസോൾ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ നീറ്റ്ലി സ്റ്റാക്ഡ് ആണ്. അഫ്കോഴ്സ് ഞാൻ സ്റ്റിയറിംഗിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെയും കുറേ ബട്ടൺസ് ഉണ്ട് വിച്ച് യു നീഡ് ടു ഗെറ്റ് യൂസ് ടു യൂസിങ് ഇറ്റ്. റൈറ്റ് സൈഡിൽ കാണുന്ന അറേ ഓഫ് ബട്ടൺസ് അതിൻ്റെ പിന്നെ പല ഫീച്ചേഴ്സാണ്. പാർക്കിംഗ് അസിസ്റ്റ് ഉണ്ട്, ലെയിൻ നമുക്ക് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്യാനായിട്ടുള്ള സ്വിച്ചസ് ഉണ്ട്. പിന്നെ പാർക്കിംഗ് ചെയ്യുന്ന ഞാൻ പറഞ്ഞിരുന്നു ഓട്ടോമാറ്റിക് പാർക്കിംഗ് അസിസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ടുള്ള ബട്ടൺസ് ഉണ്ട്. പിന്നെ ഹിൽ ടെറൈൻ സെലക്ട് ചെയ്യാനായിട്ടുള്ള ബട്ടൺസ് ഉണ്ട്. സോ ദീസ് ആർ ദോസ് ബട്ടൺസ് ഓൺ ദി റൈറ്റ് സൈഡ്. പിന്നെ നമുക്ക് ഒരു വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു പിന്നെ ഗിയർ നോബ് ഇവിടെ കാണാം വിച്ച് ഹാസ് ദി കൺട്രോൾ. ഇവിടെ ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയ സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് പ്രസ് ചെയ്തിട്ട് വേണം നമുക്ക് ഡ്രൈവും ന്യൂട്രലും ആൻഡ് പിന്നെ റിവേഴ്സും സെലക്ട് ചെയ്യാനായിട്ട്. ആൻഡ് ദർ ഇസ് എ പാർക്ക് ബട്ടൺ ഹിയർ. നമുക്ക് ഇതിന് വേറെ വലിയൊരു ഫീച്ചർ ഉള്ളത് ഡ്രൈവിംഗ് സൈഡ് സീറ്റിന് മസാജ് എന്ന് പറയുന്നൊരു ഫീച്ചറുണ്ട്. അത് ഫ്രണ്ട് പാസഞ്ചർ സീറ്റിനില്ല അഫ്കോഴ്സ്, പക്ഷേ ബാക്കി അത് രണ്ട് ഫീച്ചേഴ്സ്. അതായത് ഇതിന് വെന്റിലേറ്റർ ഉണ്ട് ആൻഡ് 12 ഡയറക്ഷനിൽ അസിസ്റ്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാവുന്ന അഡ്ജസ്റ്റ് ചെയ്യാവുന്ന റൈറ്റ് സൈഡിൽ ഡ്രൈവിംഗ് സീറ്റും 8 പിന്നെ മോഡിൽ കൺട്രോൾ ചെയ്യാവുന്ന പാസഞ്ചർ സീറ്റുമാണ് ഇതിനുള്ളത്. ആൻഡ് ദെൻ യു ക്യാൻ സീ ദർ ഇസ് പിന്നെ ഓട്ടോ ഹോൾഡ് എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ്. ഇതിൻ്റെ അകത്ത് 7 ടെറൈനിൽ പോകാനായിട്ടുള്ള നോബാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓരോ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പിന്നെ ഒന്ന് തിരിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഓരോന്ന് തിരിക്കുമ്പോൾ നമുക്ക് കാണാം സെൻട്രൽ കൺസോളിൽ സ്ക്രീനിലും മറ്റേ ഡിജിറ്റൽ 8.5 സ്ക്രീനിലും അത് അപ്പോൾ തന്നെ അത് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് ഏത് മോഡാണെന്നുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യു ക്യാൻ സീ ദിസ് ഇസ് എ മഡ് മോഡ് വിച്ച് ഈസ് ബീങ് സെലക്റ്റഡ്. അതിൽ നിന്ന് നമ്മൾ അത് സാൻഡ് മോഡിലേക്ക് പോകുന്നു. അപ്പോൾ എല്ലാ മോഡും ഇതിൻ്റെ അകത്ത് നമുക്ക് അത് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. എക്കോ മോഡ് ആൻഡ് ദെൻ ഓഫ് കോഴ്സ് ദർ ഈസ് എ ഓട്ടോ മോഡ്. അപ്പോൾ ഈ ഓട്ടോ മോഡിലാകുമ്പോഴത്തേക്ക് അത് ഓട്ടോമാറ്റിക്കലി ഏത് മോഡിൽ പോകണമെന്നുള്ളത് സെലക്ട് ചെയ്യും. യു ക്യാൻ സീ ദി ബിഗ്ഗസ്റ്റ് ഫീച്ചർ ഓഫ് ദിസ് കാർ. അതായത് 12.3 ഇഞ്ചസ് വരുന്ന ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ ലാപ്ടോപ്പ് വെച്ചിരിക്കുന്ന ഫീലിംഗ് തന്നെയാണ്. ഇതിൻ്റെ അകത്ത് അഗെയിൻ LED ലാംപ്സ് ആണ് കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ്. ആൻഡ് ഓൾ യുവർ കൺട്രോൾസ് സൺറൂഫിൻ്റെ കൺട്രോളും കാര്യങ്ങളും എല്ലാം ഇതിലാണ് കൊടുത്തിരിക്കുന്നത്. യു ക്യാൻ ലിസൺ ടു മീ ടോക്കിംഗ് ടു ദി കാർ. ഹലോ MG, I'm listening. please close the sunroof. You can see my hands are free and the sunroof is getting closed. ഇതുപോലുള്ള കുറേ ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്തുണ്ട് വിച്ച് ഈസ് വെരി വെരി നൈസ്. ഒരു നല്ല നൈസ് ഫീലിംഗ് കിട്ടുന്ന ചില ഫീച്ചേഴ്സാണ്. ഹലോ MG, Yes. please open the sunroof. Then അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ സ്വിച്ചസും കാര്യങ്ങളും ഒന്നും നമുക്ക് അങ്ങനെ വലിയ ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരില്ല. ബട്ട് ജസ്റ്റ് ഇൻ കേസ് ഇഫ് യു ആർ നോട്ട് വെരി കംഫർട്ടബിൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് മാനുവലി അത് യൂസ് ചെയ്യാം. ഡോറിലാണെങ്കിൽ തന്നെ എല്ലാം ഡുവൽ പിന്നെ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ലെതർ ആണ് ആൻഡ് സോഫ്റ്റ് ലെതർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. സോ ഓൾ ഇൻ ഓൾ ഇറ്റ് ലുക്സ് വെരി ഡീസൻറ്റ് ആൻഡ് നൈസ്. ഇവിടെ ബോട്ടിൽ ഹോൾഡർ ആൻഡ് ചെറിയൊരു പിന്നെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഹവെവർ നോട്ടബിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ബോട്ടിലൊക്കെ വെക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ നമുക്ക് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊരു സംതിങ് വിച്ച് പ്രോബ്ലി ഐ എം നോട്ട് വെരി ഇംപ്രസ്ഡ്. ആൻഡ് ഇതിൻ്റെ പുറകിൽ ഇവിടെ നമുക്ക് കാണാം ഫ്യൂവൽ ടാങ്ക് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഫീച്ചർ ഇവിടെ ഒരു ബട്ടൺ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അകത്ത് ഒരു ചെറിയ സീക്രട്ട് കമ്പാർട്ട്മെൻറ്റ് പോലൊരു സാധനം കൊടുത്തിട്ടുണ്ട്. പാക്കറ്റ് ഓഫ് സിഗരറ്റ് വെക്കുന്നല്ലാതെ വേറെ ഒന്നും അതിൻ്റെ അകത്ത് ഞാൻ ഒരു ഇത് കാണുന്നില്ല. പിന്നെ ഓഫ് കോഴ്സ് ദ പെഡൽസ് സീംസ് ടു ബി വെരി സ്മോൾ കമ്പയർഡ് ടു ദി നോർമൽ ഓട്ടോമാറ്റിക് വെഹിക്കിൾ. ഇങ്ങനത്തെ ഒരു വലിയ വണ്ടിക്ക് തീർച്ചയായിട്ടും ഫുട്ബോർഡ് ആവശ്യമാണ്. സോ നമുക്ക് ഇതിലേക്ക് കയറാനായിട്ട് നമ്മളെ അസിസ്റ്റ് ചെയ്യും. ആൻഡ് ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ യു ക്യാൻ സീ ഞാൻ എനിക്ക് ഡ്രൈവിംഗ് കംഫർട്ടിനുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു മുമ്പിൽ ചെയ്തിരുന്നത്.
അതേ പൊസിഷനിൽ സീറ്റ് അവിടെ ഫ്രണ്ട് സീറ്റ് വെച്ചുകൊണ്ട് ഞാൻ ബാക്കിലേക്ക് വരുമ്പോൾ യു ക്യാൻ സീ ദിസ് എ എനോമസ് ലെഗ് സ്പേസ്. AC വെൻസ് കൊടുത്തിരിക്കുന്നത് ഇവിടെ മുകളിലാണ്. സോ ദിസ് ഇസ് വെരി നൈസ്. ആൻഡ് ഇവിടെ ഒരു റീഡിംഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഹാൻഡിലിൻ്റെ താഴെയായിട്ട് ആണത് പിന്നെ പിടിപ്പിച്ചിരിക്കുന്നത്. ആൻഡ് ദെൻ കൺസോളിൻ്റെ സെൻട്രലായിട്ട് നമുക്കിവിടെ അഗെയിൻ ഇവിടെ ഇരിക്കുന്ന പാസഞ്ചേഴ്സിന് വേണമെങ്കിൽ AC കൺട്രോൾ ചെയ്യാൻ പാകത്തിനുള്ള പിന്നെ സ്വിച്ചസും ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ ഇവിടെ ഒരു പിന്നെ USB പോർട്ടും പിന്നെ 12 വോൾട്ട് പോർട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫോർ ചാർജിങ് ആൻഡ് അതർ യൂട്ടിലിറ്റീസ്. അതിൻ്റെ അടിയിലും അതേപോലെ തന്നെ ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള നല്ലൊരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തേർഡ് റോ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ ടെസ്റ്റ് ചെയ്ത വണ്ടികൾക്കൊക്കെ ഏറ്റവും വലിയ ചലഞ്ച് ഉണ്ടായിരുന്നത് ഇതിൻ്റെ തേർഡ് റോ ആണ്. അപ്പം ഫെയർലി കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. അറ്റ്ലീസ്റ്റ് ലെഗ് റൂം കുറച്ച് കുറവാണെങ്കിലും നീ റൂം വളരെ റീസണബിളായിട്ട് നല്ലൊരു നീ റൂം കൊടുത്തിട്ടുണ്ട്. ഹെഡ് റൂം ഈസ് ഫെയർലി ഗുഡ്. പിന്നെന്താണ് ദി 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 വ്യൂ ഹിയർ ഈസ് ക്വൈറ്റ് ബിഗ്. ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ചില ഹുക്ക് കൊടുത്തിട്ടുണ്ട്. AC വെൻറ്റ് ഇവിടെ ഉണ്ട്, ടോപ്പിലുണ്ട്. ആൻഡ് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഉണ്ട്. യെസ്, സോ അത് നല്ലൊരു ഫീച്ചറാണ്. ബാക്ക് സൈഡ് വളരെ കംഫർട്ടബിൾ ആൻഡ് സ്പേഷ്യസ് ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഒരു ഫീച്ചർ ഞാൻ ഈ ബാക്ക് സീറ്റിൻ്റെ അതായത് സെക്കൻഡ് റോയിലേക്ക് പറയാനായിട്ടുള്ളത് ഞാൻ ഒന്ന് വിട്ടുപോയത് ഈ ഹെഡ് റെസ്റ്റിൻ്റെ കാര്യമാണ്. ഹെഡ് റെസ്റ്റ് വളരെ തോട്ട്ഫുള്ളി മെയ്ഡാണ്. അതായത് നമുക്കിങ്ങനെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ പൊസിഷനിൽ നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കിടന്ന് ഇപ്പോൾ നമ്മളൊരു ഡ്രൈവിനൊക്കെ പോകുമ്പം ബാക്ക് പാസഞ്ചറിന് ഉറങ്ങണമെങ്കിൽ തന്നെ തല അധികം ടിൽട്ടാകാതെ ഇറ്റ് ടേക്സ് കെയർ ഓഫ്. അപ്പം അങ്ങനത്തെ കുറച്ച് നല്ല ഫീച്ചേഴ്സ്, തോട്ട്ഫുൾ ഫീച്ചേഴ്സ് ഈ വണ്ടിക്കകത്ത് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വണ്ടി ഒരു ഫുൾ ബ്ലോൺ SUV ആണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇത് ഒരു പ്രീമിയം സെഗ്മെൻറ്റ് വണ്ടിയാണ്. അതായത് നമുക്കിതൊരു ഓഫ് റോഡിങ് കേപ്പബിലിറ്റീസ് വളരെ അധികമുള്ള വണ്ടി ആണെങ്കിൽ പോലും ഇത് ഒരു പ്യുവർലി ഒരു ഫാമിലി വണ്ടിയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതിനുള്ള അത്യാവശ്യം നല്ല സ്പേസും ഒരു 6-7 പേര് വരെ അടക്കം വരുന്ന ഒരു ഫാമിലിക്ക് സുഖമായിട്ട് ട്രാവൽ ചെയ്യാനും ഇൻഫാക്റ്റ് അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ഉള്ളതുകൊണ്ട് ഈവൻ നല്ലൊരു ഒരു ട്രിപ്പിന് പോകാനോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് വെക്കേഷന് പോകാനും ഒക്കെ പിന്നെ യൂസ് ചെയ്യാവുന്നൊരു വണ്ടിയാണ്. ആൻഡ് ഈവൻ ഫോർ ഓഫീസ് ഗോവേഴ്സ് ബിക്കോസ് ഇതിൻ്റെ അകത്തുള്ള ഈ ഇൻ്റലിജൻറ്റ് ആക്സസ് ഡ്രൈവറിനുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഈവൻ ഒരു എന്താ പറയുക കൺജസ്റ്റഡ് റോഡിൽ കൂടെ പോകാനും അല്ലെങ്കിൽ ഒരു റെഗുലർ ഓഫീസ് ഗോവേഴ്സിനാണെങ്കിൽ പോലും വളരെ കംഫർട്ടബിളായിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് പറ്റുന്ന കുറേ ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വണ്ടി ഇപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആസ് എ ഡ്രൈവർ എനിക്ക് ഈ വണ്ടി ഡ്രൈവ് ചെയ്യാൻ വളരെ കംഫർട്ടബിളായിട്ട് തോന്നുന്നുണ്ട്. അതിൻ്റെ ADAS ഫീച്ചേഴ്സൊക്കെ നന്നായിട്ട് ഭംഗിയായിട്ട് അവർ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അവർ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഒരു ഇനീഷ്യൽ പിക്കപ്പ് മറ്റുള്ള വണ്ടികളെ അപേക്ഷിച്ച് ഇതിൻ്റെ ഒരു കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് അപേക്ഷിച്ച് കുറച്ച് സ്ലഗിഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു 2000 RPM വരെ റെസ്പോൺസ് ടൈം കുറച്ച് പ്രശ്നമാണ്. ബട്ട് അത് കഴിഞ്ഞ് വണ്ടർഫുൾ.